ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എല്ലാവരും കണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. സ്ലോലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോവാം. രാവിലെ എപ്പോഴും ഇതാണ് പതിവ്. ഒന്നിക്കൽ തൊണ്ട കയറിയും, അല്ലെങ്കിൽ ശ്വാസം മുട്ടലും, അല്ലെങ്കിൽ നല്ല തുമ്മൽ. ഇന്ന് കിട്ടുന്ന തുമ്മലാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സ്കൂളിൽ പോകുന്നില്ല. പൊന്നൂഷിന് ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് മറ്റുള്ള കുട്ടികൾക്കും കൂടി അത് പകർത്തുന്നത്. സാധാരണ ഞാൻ അങ്ങനെ ലീവൊന്നും എടുക്കാറില്ല സ്കൂളിൽ നിന്ന്. എന്തെങ്കിലും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടായാൽ മാത്രം ഞാൻ ലീവ് എടുക്കാറുള്ളൂ. കാരണം ഇവിടെ നോക്കാൻ ആരുമില്ല. അപ്പോൾ കൊച്ചുങ്ങളെ സ്കൂളിലും കൊണ്ടുവന്ന് അവിടെ നിന്നും ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടി നല്ലത് ലീവ് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ രാവിലെ കൊണ്ടുപോകുന്നത് 6 to അവർക്ക് 11:30 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ 6 to 11 വരെ ഇവർക്കൊരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ വേറെയും ടീച്ചേഴ്സിൻ്റെ മക്കളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കളിക്കുമ്പം ഈ വൈറൽ ഫീവർ വന്നതാണോ എന്താ അറിയില്ല. സഡൻ ആയിരുന്നു. അതായത് ഇന്നലെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി കുറച്ച് കഴിയുമ്പോഴേക്ക് പുള്ളിക്കാരനാകെ ഡൗണായി. ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് പോയി കാണിക്കണം. എന്തായാലും ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ വിടുകയാണ്, ഞാൻ പോകുന്നില്ല. അപ്പോൾ പുട്ടും കടലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവരെ വിടട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഇതാണ്. ഇന്ന് വെയിറ്റ് 89.6 ആണ്. എന്തായാലും കുറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ വിഷമം എനിക്കുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടല ഏറ്റവും ഇന്ന് കഴിച്ചത്. അപ്പോൾ അവനും കുറച്ചേ കഴിച്ചുള്ളൂ, അവന് വായിക്ക് ടേസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ നേരെ മോർണിംഗ് കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. കാരണം എന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കാൻ ഇത്രയും മടിയുള്ളൊരു കൊച്ചുണ്ടല്ലോ, വേറെ ഈ ലോകത്തുണ്ടാകത്തില്ല. അപ്പം അങ്ങനെ വിട്ടാലും ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നേരെ അവനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പോയത് നസീം മെഡിക്കൽ സെൻ്ററിലാണ് കേട്ടോ. സൗണ്ടൊക്കെ പോയിട്ടോ. ഇപ്പോൾ ഇവിടെ സമയം രാത്രി 11 മണിയായി. നാളെ പോകണം. അപ്പം പൊന്നൂസിന് കുറവുണ്ട്. മക്കൾക്ക് അസുഖം വന്നാൽ പിന്നെ അങ്ങനെയല്ല. എസ്പെഷ്യലി ചെറിയ കുട്ടികളാകുമ്പം നമ്മളവർ പിന്നാലെ തന്നെ പോകണം. മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് പൊന്നൂസിന്. മരുന്ന് കുടിക്കുകയില്ല. ഒരു മറ്റേ ആ ഓൺസ് കപ്പ് ഉണ്ടല്ലോ, അതിൽ മരുന്ന് പിടിച്ചാൽ മറ്റേ കയ്യിൽ വെള്ളമായിരിക്കും. അപ്പോൾ അവനെ മരുന്ന് പിടിപ്പിക്കണമെങ്കിൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വെയിറ്റ് എല്ലാവരും കണ്ടല്ലോ. എനിക്കിങ്ങനെ പതുക്കെ പോയാൽ മതി. എനിക്ക് ബോഡിയിൽ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ബാക്കി കാര്യം, ഇന്ന് 4 മണിക്ക് ഞാൻ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നതാണ്. കഴിഞ്ഞത് 6 മണിക്കാണ്. ഇപ്പം നമ്മൾ ക്ലോസിങ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുമല്ലോ. എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ റിട്ടേൺ വരുമ്പോഴേക്ക് നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് വർക്ക് ഉണ്ട്. അതിൻ്റെ ഡെഡ് ലൈനൊക്കെ പറയുന്നത് 25th ആണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു ചെയ്യുന്ന വർക്കിലെ എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോഴത്തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ നമ്മുടെ കോർഡിനേറ്റർ തരും. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ വീക്കോടെ എൻ്റെ എല്ലാ വർക്കും തീരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. അടുത്ത വീക്കിൽ ഈ വരുന്ന വീക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറ്റർഡേ ഓഫാണ്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പോൾ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങ് പോകും. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇങ്ങനെ മീൻസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും വർക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രിഫറൻസ് അതിന് തന്നെ കൊടുത്തേ പറ്റൂ. വർക്കാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റാൻ. എന്തായാലും നാളെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്യുക. നമ്മളെ പഴയ വീഡിയോസ് ഉണ്ട്. അത് ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ എല്ലാം കാണുക, ഇൻസ്പയർഡ് ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.